لله الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لله ملك السماوات والأرض يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടപ്പാക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ജീവിതത്തിൽ സമ്പൂർണ്ണമായി നടപ്പാക്കി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ തിരക്കുകളുള്ളവരാണ് നമ്മൾ. ദിനേന എന്നോണം വിശ്രമം മറന്ന് അധ്വാനിക്കുന്നവരാണ്. ഈ അധ്വാനങ്ങളും പരിശ്രമങ്ങളുമെല്ലാം പ്രധാനമായും നമ്മുടെ ഇണയെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമായ നമ്മുടെ കുടുംബം, വിശിഷ്യ നമ്മുടെ മക്കൾ, അള്ളാഹു കരുണിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന അവൻ്റെ ഒരു ഔദാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറ 49-50 ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ഭൂമികളുടെ അധികാരം അല്ലാഹുവിനാണ്. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുഖൂർ, അവരുദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കൾ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കൾ നൽകും. ഔ യുസവ്വിജുഹും ദുഖ്റാനം വ ഇനാസ, അല്ലെങ്കിൽ അവൻ ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി നൽകും. വയജഅലു മൻ യശാഉ അഖീമ, അള്ളാഹു അവനുദ്ദേശിക്കുന്ന ചിലരെ മക്കളില്ലാത്തവരായി വന്ധ്യരാക്കി മാറ്റുകയും ചെയ്യും. ഇന്നഹു അലീമുൻ ഖദീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ്. അതുകൊണ്ട് പടച്ചവന് മാത്രം സാധിക്കുന്ന, അള്ളാഹു ഒരു ഔദാര്യമായി നൽകിയ റബ്ബിൻ്റെ ഒരു ദാനം എന്ന നിലക്ക് നാം കാണേണ്ടതും പരിഗണിക്കേണ്ടതുമാണ് നമ്മുടെ മക്കൾ. ഈ സന്തതികൾ സൂറത്തു തഗാബുൻ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും, വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങൾ ബദ്ധശ്രദ്ധരാകണം, സൂക്ഷ്മതയുണ്ടാകണം, ഗൗരവത്തോടുകൂടി കാണണം. തീറ്റിപ്പോറ്റുന്ന, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന മക്കൾ ശത്രുക്കളായി മാറും, ഇണശത്രുവായി മാറും. അതുകൊണ്ട് റബ്ബ് നൽകിയ ഈ പരീക്ഷണത്തെ, ഈ ഔദാര്യത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മതയുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നത് ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ കാക്കണം, നിങ്ങളെ കാക്കണം എന്ന് മാത്രമല്ല വ അഹ്ലീക്കും, നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം,
നാറ, നരകത്തെക്കുറിച്ച് എന്നത്. അപ്പോ ഈ കാര്യത്തിൽ സ്വന്തത്തെ രക്ഷപ്പെടുത്താനുള്ള ആഗ്രഹവും പ്രാർത്ഥനയുണ്ടാകുന്നതോടൊപ്പം ഞാൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്ന മക്കൾ നാളെ എൻ്റെ ശത്രുക്കളാകരുത്, അവർ നരകത്തിലെ വിറകാകരുത് എന്ന പ്രാർത്ഥനയും ശ്രദ്ധയും വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അക്കാര്യത്തിൽ ഒന്നാമത്തെ ചുവടുവെപ്പ് ഏതാണ്? അത് വിവാഹത്തിന്റെ സന്ദർഭത്തിലാണ്. വിവാഹം ചെയ്യാൻ പോകുന്ന സമയത്ത് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും ഗൗരവതരമായ ചിന്ത, എൻ്റെ മക്കളുടെ ഉമ്മയാകാൻ പോകുന്ന ഒരു പെണ്ണിനെയാണ് ഞാനിവിടെ സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ദീനിയായി വളരണമെങ്കിൽ ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ഇണ ദീനീ ബോധമുള്ളവളാകണം. എൻ്റെ മകന് വേണ്ടി ഞാൻ വിവാഹം അന്വേഷിക്കുമ്പോൾ മകൻ്റെ മക്കളെ, എൻ്റെ പേരമക്കളെ ദാനം ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണിനെയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. എൻ്റെ മകൻ MBBS ആണ്, അല്ലെങ്കിൽ PG ഉണ്ട്, അതുപോലെ PG ഉള്ള MBBS കഴിഞ്ഞ ഒരു പെണ്ണ് എന്ന കേവലം തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. അവന് M.Tech ആണ്, അതുകൊണ്ട് M.Tech കഴിഞ്ഞ ഒരു പെണ്ണാകട്ടെ, അത് കുഴപ്പമുള്ളതല്ല. പക്ഷേ അതിലുപരി എൻ്റെ പേരമക്കൾ നാളെ നല്ലവരാകണമെങ്കിൽ അവർക്കൊരു നല്ല ഉമ്മയുണ്ടാകണം. അവിടെ മുറുകെ പിടിക്കേണ്ടത് ദീനാകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ കാരണം അതാണ്. അതുകൊണ്ട് വിവാഹത്തിൽ തുടങ്ങുന്നു മക്കൾ എങ്ങനെയാകണമെന്ന ഗൗരവതരമായ ചിന്ത. രണ്ടാമതായി ആ വിഷയത്തിൽ ആവശ്യം എന്താണ്? നമുക്കറിയാം എത്രമാത്രം നമ്മൾ ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ആ മക്കൾ നല്ലവരായി മാറാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. പൂർവികരായ ചില ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, കുട്ടികൾ മാതാപിതാക്കളുടെ മുമ്പിൽ എങ്ങനെ വാശി പിടിച്ച് ചോദിക്കുന്നുവോ അതേപോലെ ചോദിക്കണം മക്കളുടെ കാര്യത്തിൽ റബ്ബിനോടെന്നാണ്. അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികൾ ഉമ്മാന്റെ അടുക്കൽ വന്ന ഒരു പലഹാരമോ സാധനമോ കിട്ടാൻ വേണ്ടി ചോദിച്ചാൽ അത് കിട്ടുന്നവരെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ശൈലിയിൽ ഉത്തരം ലഭിക്കുന്നവരേക്കും റബ്ബിനോട് നിരന്തരമായി ചോദിക്കുന്ന സ്വഭാവമാകണം മക്കളുടെ വിഷയത്തിൽ നിന്ന് പൂർവികരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാണാം മക്കളുടെ കാര്യത്തിൽ അവർ നടത്തിയ പ്രാർത്ഥന. റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. സന്താനത്തിനു വേണ്ടി, സന്താനത്തെ നൽകണമേ എന്നല്ല, പിന്നെ സന്താനത്തെ നൽകുമ്പോൾ മിനസ്വാലിഹീൻ, സൽവൃത്തരിൽപ്പെട്ട സന്താനത്തെ നൽകണമേ എന്നാണ്. സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന 2 സ്ഥലത്ത് അല്ലാഹു ഖുർആനിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അവിടെയും റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, നല്ല ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ എന്നാണ്. മക്കളില്ലാത്തത് കാരണം ദുഃഖിക്കുന്നവരെക്കാൾ കൂടുതൽ ഇന്ന് ലോകത്തുള്ളത് മക്കൾ കാരണം ദുഃഖിക്കുന്നവരാണ്. മക്കളില്ലാത്തതിന്റെ പേരിൽ മനസ്സ് നെരിപ്പോടായി കഴിയുന്നവരെക്കാളും കൂടുതൽ മക്കൾ കാരണം ദുഃഖിക്കുന്നവരെയാണ് ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന് നമ്മൾ വിധേയരാകാതിരിക്കാൻ ഒന്നാമതായി പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നത് പ്രാർത്ഥന തന്നെയാണ്. ഇബാദുർ റഹ്മാന്റെ കാര്യം പറഞ്ഞിടത്തും റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ, കൺകുളിർമ ഇണകളിലും സന്തതികളിലും നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന. അതൊരു ചെറിയ വിഷയമല്ല. ഭൗതിക ജീവിതത്തിലെ ആനന്ദം എന്ന് പറയുന്നത് മക്കളാണ്. പരലോകത്തെയും വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത് മക്കളാണ്. കാരണം മരണശേഷവും കിട്ടാനുള്ളതാണത്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാം വിച്ഛേദിക്കപ്പെട്ടു, 3 കാര്യം മാത്രം ബാക്കിയാകും മരണശേഷം എന്ന് പറഞ്ഞിടത്ത് ഒന്നാമത് റസൂൽ എണ്ണി പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാണ്. ഖബറിന്റെ അടുക്കൽ വന്നോ അല്ലാതെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ ദുആ. റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഖബറിൽ ഒരു മുഅ്മിൻ ഖബറിൽ കഴിയുന്ന കാലത്ത് അവനിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു ചേരുമ്പോൾ റബ്ബിനോട് അവൻ ചോദിക്കും, ഇതിനു മാത്രമൊക്കെ എന്താ റബ്ബേ ഞാൻ പ്രവർത്തിച്ചത്? ആ സമയത്ത് അവന് നൽകപ്പെടുന്ന മറുപടി, നിന്റെ മക്കൾ ചെയ്യുന്ന അമലിന്റെ ഫലമാണിത്. മക്കളെ ദീനു പഠിപ്പിച്ചാൽ മരണശേഷം ആ മക്കൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദുനിയാവിൽ മാത്രമല്ല മരണത്തിന് ശേഷവും നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ സമ്പാദ്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മക്കളാണ്. അതുകൊണ്ട് അവര് നന്നാവുക, അവര് നേരെയായി കിട്ടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. 2 ലോകത്തെയും സൗഭാഗ്യത്തിന്റെ നിദാനമാണത്. അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞു, സ്വാഭാവികമായി കുട്ടികളുണ്ടായി, കുടുംബമുണ്ടായി, അങ്ങനെ ഒരു മൈഷത്ത് വേണം, അങ്ങനെ ഒരു യാന്ത്രികമായി ജീവിച്ചു പോകുന്ന ഒന്നല്ല
മറിച്ച് എന്റെ മക്കളുടെ കാര്യം അള്ളാഹു എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. ഓഫീസിലെ ഒരു സൂപ്രണ്ട് എന്നുള്ള നിലക്ക് എത്ര ഗൗരവ ചിന്തയുണ്ട്, സ്കൂളിലൊരു പ്രിൻസിപ്പാൾ, കോളേജിലെ പ്രിൻസിപ്പാൾ എന്നുള്ള നിലക്ക്, ഹോസ്പിറ്റലിന്റെ MD എന്ന നിലക്ക് എത്രമാത്രം ഗൗരവ ചിന്ത തന്റെ കീഴിലുള്ളവരെ കുറിച്ചുണ്ടോ അതിനേക്കാൾ ഉപരി ഗൗരവമായ ചിന്തയുണ്ടാകണം. അലാ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു ഹദീസാണ്. അറിയണം, മനസ്സിലാക്കണം, നിങ്ങളിൽ ഓരോരുത്തരും ചുമതലയുള്ളവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. ഫൽ അമീറുല്ലദി അലന്നാസി റാ. നേതാവ്, ഭരണാധികാരി ജനങ്ങളുടെ മേലിൽ ഉത്തരവാദിത്തമുള്ളവനാണ്. വഹുവ മസ്ഊലുൻ അൻ റഇയ്യതിഹി. തന്റെ ചുമതലയെക്കുറിച്ച് ചോദിക്കപ്പെടും. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി. കുടുംബനാഥൻ, പുരുഷൻ തന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. വഹുവ മസ്ഊലുൻ അൻഹും. ആ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് കുടുംബനാഥൻ ചോദിക്കപ്പെടും. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ വവലദിഹി വഹിയ മസ്ഊലത്തുൻ അൻഹും. വീട്ടിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ ഗൃഹനായിക സ്ത്രീ, അവൾ ഉത്തരവാദിത്തമുള്ളവളാണ്, ഭരണാധികാരിയാണ്. അവളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവൾ ചോദിക്കപ്പെടും. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ചുമതലയാണ് എന്റെ മക്കളുടെ കാര്യം, എന്റെ ചുമതല അള്ളാഹു എന്നെ ഏൽപ്പിച്ചത് എന്ന ഗൗരവചിന്ത ഒരു സത്യവിശ്വാസിയെ നയിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, ആ മക്കൾ നന്നാകുന്നതിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവരുടെ മുമ്പിൽ ഏറ്റവും ഉത്തമമായ മാതൃകയാവുക എന്നതാണ്. റോൾ മോഡൽ എന്ന് സാധാരണ പറയാറുണ്ട്, പകർത്താവുന്ന. കാരണം കുട്ടിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇമിറ്റേഷനാണ്, അനുകരണമാണ്. ആ അനുകരണം കൗമാരത്തിലേക്ക് എത്തുമ്പോൾ വീരാരാധനയായി, ഹീറോ വർഷിപ്പായിട്ട് മാറും. അതുകൊണ്ട് അനുകരണവും അതുപോലെ തന്നെ വീരാരാധനയും സ്വഭാവത്തിന്റെ ഭാഗമായ മക്കളുടെ മുമ്പിൽ പകർത്താവുന്ന ഒരു മാതൃക മാതാപിതാക്കളായി തീരുക എന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് അൽ അബ്നാഉ സിർറു അബീഹിം എന്നാണ്. പിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്നാണ്. പിതാവിന്റെ രഹസ്യം, പിതാവിന്റെ സ്വഭാവം എന്താണ്, അത് മക്കളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ഒരു ഫോട്ടോ കോപ്പി എന്ന പോലെ ആ മക്കളിൽ അത് നിലനിൽക്കുമെന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന, ഇണകളിലും സന്തതികളിലും കൺകുളിർമ നൽകണമേ എന്ന ദുആയുടെ അവസാനം എന്താണ്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളെ മുത്തഖീങ്ങൾക്കുള്ള ഇമാമാക്കി മാറ്റണമേ എന്നാണ്. ഒരു മുഅ്മിനിനെ എപ്പോഴും നയിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണത്. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർക്കുള്ള മാതൃകയാക്കി എന്നെ മാറ്റണമെന്നാണ്. എന്നെ സൂക്ഷ്മതയുള്ളവനാക്കണമേ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയാണ് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർക്കുള്ള മാതൃകയാക്കി എന്നെ മാറ്റണമേ എന്നത്. ആ നിലക്കുള്ള ഒരു മാതൃകയാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴേ ഈ ഇമിറ്റേഷനുള്ള, ഹീറോ വർഷിപ്പുള്ള കുട്ടിത്തത്തിന്റെ മുമ്പിൽ ഒരു മാതൃകയായി നിലകൊണ്ട് അവരിൽ നന്മ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞത്, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ കുഞ്ഞും ഏറ്റവും പരിശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഏറ്റവും പരിശുദ്ധ പ്രകൃതിയിലാണ് കുഞ്ഞി ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത്. മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, മാതാപിതാക്കളാണ് അവനെ അഗ്നി ആരാധകനാക്കി മാറ്റുന്നത്. ഏതു വിത്ത് വീണാലും മുളക്കാൻ പാകപ്പെടുത്തപ്പെട്ട കന്നിമാസത്തിലെ നെൽവയലുപോലെ ഏതും സ്വീകരിക്കാൻ കാത്തിരിക്കുന്നതാണ് ബാലമനസ്. അവിടെ എന്തു വേണം? നന്മയുടെ വിത്തുകൾ വിതക്കപ്പെടണം. അവർക്ക് കോപ്പി ചെയ്യാൻ, പകർത്താൻ നല്ല മാതൃക മാതാപിതാക്കൾ മുന്നിലുണ്ടാകണം. ഒരു കാര്യം കേൾക്കുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ അനുകരിക്കപ്പെടുക കാണുമ്പോഴാണ്. ദൃശ്യത്തിനാണ് ശ്രാവ്യത്തെക്കാൾ അനുകരണത്തിനുള്ള സാധ്യതയുള്ളത് എന്നതൊരു മനഃശാസ്ത്ര തത്വമാണ്. അതുകൊണ്ട് മോനെ നിസ്കരിക്കണം എന്ന് പറയുന്നതിനേക്കാൾ സ്വാധീനം ചെലുത്തുക നിസ്കരിക്കുന്ന ഉമ്മയെ കാണുക എന്നതാണ്. മോനെ മോളെ ഖുർആനോത് എന്ന് പറയുന്നതിനേക്കാൾ അവരെ സ്വാധീനിക്കുക രാവിലെ നേരത്തെ എഴുന്നേറ്റും സന്ധ്യാസമയത്തും ഖുർആനോതുന്ന മാതാപിതാക്കളെ കാണലാണ്. അതുകൊണ്ട് കാണാനും അനുകരിക്കാനുമുള്ള മാതൃക അവരുടെ മുമ്പിൽ ഉണ്ടാവുക എന്നത്. അതോടൊപ്പം തർബിയത്ത് വളരെ പ്രധാനമാണ്. തർബിയത്ത് രണ്ട് കാര്യങ്ങളാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലിമൂഹും വഅദ്ദിബൂഹും എന്നാണ്. എഡ്യൂക്കേറ്റ് ദം ആൻഡ് അക്കൾച്ചറേറ്റ് ദം. ഇത് രണ്ടും ഒരു സംസ്കരണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമാണ്. വിദ്യാഭ്യാസത്തിലൂടെ കേവലമായ അറിവ് മാത്രമല്ലല്ലോ, സംസ്കരണവും കൂടിയാണ് നടക്കേണ്ടത്. അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തദ്രീബുണ്ടാകണം,
അദബുകൾ കൃത്യമായി പഠിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നു. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞിനോട് പോലും പറഞ്ഞു കൊടുത്തു, യാ ഗുലാം സമ്മില്ലാ വകുൽ ബിയമീനിക് വകുൽ മിമ്മാ യലിക്, മോനെ ബിസ്മി ചൊല്ലണം, നിന്റെ ഭാഗത്തുനിന്ന് ഭക്ഷിക്കണം, വലതു കൈകൊണ്ട് തിന്നണം. ഇതൊരു ഉദാഹരണമാണ്. ജീവിതത്തിന്റെ ഓരോ രംഗത്തും ഈ സംസ്കാരം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്റെയും നിങ്ങളുടെയും സമയത്തിന്റെ ഗണ്യമായ ഭാഗം സോഷ്യൽ മീഡിയയിൽ പോയപ്പോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വീട്ടിൽ സ്വാഭാവികമായി വന്നു. കുട്ടികളുമായുള്ള ഷെയറിങ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസരങ്ങൾ ഇന്ന് വളരെ കുറവാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, യാത്ര പോകുമ്പോ, ഒഴിഞ്ഞിരിക്കുമ്പോ, വീടിന്റെ പൂമുഖത്തിരുന്ന് നാടൻ കഥകൾ പറയുമ്പോ, ആ സന്ദർഭങ്ങളിലൊക്കെ വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ച് ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ തത്വം വാല്യൂസ് ആർ നോട്ട് ടു ബി ടോട്ട് ബട്ട് ടു ബി കോട്ട് എന്നാണ്. അഥവാ പഠിപ്പിക്കേണ്ടതല്ല മൂല്യങ്ങൾ, സ്വാംശീകരിച്ചെടുക്കപ്പെടേണ്ടതാണ്. ഓരോ ജീവിത അനുഭവങ്ങളിലൂടെ ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണം മക്കൾ ഈ മൂല്യങ്ങളെ കുറിച്ച് പഠിക്കാൻ. അല്ലാതെ മുന്നിൽ ഇരുത്തിയിട്ടൊരു വയലു പറഞ്ഞാൽ, പ്രത്യേകിച്ച് കൗമാരത്തിലെത്തിയാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഉപദേശത്തെ വെറുക്കുന്നവരാണെന്നാണ്. ഉപദേശങ്ങൾ പറയാൻ തുടങ്ങിയാൽ അവർ തിരിഞ്ഞു നിന്നിട്ട് പറയാൻ തുടങ്ങും, ഉപ്പ വെറുപ്പിക്കാൻ തുടങ്ങി, ഉമ്മ വെറുപ്പിക്കാൻ തുടങ്ങി. അതിനു പകരം ഏറ്റവും മനഃശാസ്ത്രമായ സമീപനത്തിലൂടെ പകർത്താവുന്ന നിലക്ക് സംസ്കാരത്തിന്റെ കൈമാറ്റം വീട്ടിൽ നടക്കണമെന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നത് പ്രധാനമാണ്. പഠന അനുയോജ്യമായ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാക്കി കൊടുക്കുക, പഠനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. മദ്രസ ഉണ്ട്, പക്ഷെ അയക്കാൻ പലപ്പോഴും നമുക്ക് നേരല്ല. ഖുർആൻ ഹദീസ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ ഇൽമിന്റെ ദർസുകളുണ്ട് ആഴ്ചതോറും. നമ്മൾ ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാവുക എന്നതും ഏറ്റവും പ്രധാനമാണ്. സത്യവിശ്വാസികളുടെ വലിയൊരു സൗഭാഗ്യം സൂറത്ത് തൂർ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. ഹിഫ്ള് പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി മകനെ ദൂരേക്ക് പറഞ്ഞയക്കുമ്പോൾ ഉമ്മാക്ക് സങ്കടം ഉണ്ടാകും, ഉപ്പാക്ക് സങ്കടം ഉണ്ടാകും. കാരണം കൂടെ വളർത്തി ഓമനിച്ച് താലോലിച്ച് വളർത്തിയ മകനെ പറഞ്ഞയക്കാണ്. നിങ്ങൾ സങ്കടപ്പെടേണ്ടെന്നല്ല പറയുന്നത്. കാരണം പറഞ്ഞയക്കുന്നത് എന്തിനു വേണ്ടിയാ? റബ്ബിന്റെ കലാമ് പഠിക്കാൻ വേണ്ടിയാണ്, ഇൽമ് നേടാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ യാത്ര അയച്ചാൽ അതിന്റെ ദുഃഖഭാരം ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും നാളെ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു പറയാണ്, വല്ലദീന ആമനോ, വിശ്വാസികളായ ആളുകൾ, വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, അവരുടെ മക്കൾ മാതാപിതാക്കളെ ഈ ഈമാനിന്റെ മാർഗത്തിൽ പിന്തുടരുകയും ചെയ്തു. ദുനിയാവിൽ പലപ്പോഴും അവർക്ക് അകന്ന് കഴിയേണ്ടി വന്നിരുന്നു. പക്ഷേ ബാപ്പ മുറുകെ പിടിച്ച ദീൻ മുറുകെ പിടിക്കുന്നവനായി മകൻ വളർന്നു വന്നു, മകൾ വളർന്നു വന്നു. അവർ വിദൂരതയിൽ കഴിഞ്ഞ് ദുഃഖിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഒരു രംഗം വരുന്നു, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. ഈ വേദനിച്ച മാതാപിതാക്കളുടെ കൂടെ മക്കളെ അല്ലാഹു ചേർത്ത് ഒന്നിച്ച് സ്വർഗത്തിൽ അണിചേർക്കുന്ന ഒരു രംഗം. ആ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി അവരെ ദൂരേക്ക് പറഞ്ഞയക്കേണ്ടി വന്നാലും അകലങ്ങളിൽ പാർപ്പിക്കേണ്ടി വന്നാലും ആ മനപ്രയാസം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന സന്തോഷമായി നമുക്ക് മാറും. ദീന് പഠിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ഫസാദുകൾ വരാനുള്ള സാധ്യതകളെ നമ്മൾ പ്രതിരോധിക്കണം. ഹറാമുകളെ തടയുക എന്നത്, ഹറാമിന്റെ ബന്ധങ്ങൾ അവർ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആരുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് എന്നത്, മയക്കുമരുന്നിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നത്, കയ്യിലുള്ള ഫോണിലൂടെ ദീർഘനേരം യൂട്യൂബിൽ ഇറങ്ങിയിട്ട് സിനിമ അവന്റെ അഡിക്ഷനായി മാറിയിട്ടുണ്ടോ, മൊബൈൽ ഗെയിമുകൾ അഡിക്ഷനായി മാറിയിട്ടുണ്ടോ, ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മുടെ ഭാഗത്തുണ്ടാകണം. മുമ്പ് പലപ്പോഴും പറഞ്ഞ പോലെ, പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലാണ് പേടിക്കേണ്ടതെങ്കിൽ ഇന്ന് വീട്ടിൽ വാതിൽ അടച്ചിട്ടിരുന്നാലാണ് നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. കാരണം പുറത്തു പോയാൽ കിട്ടുന്നതിനേക്കാളും വലിയൊരു ലോകം വീട്ടിന്റെ അകത്തിരുന്നാൽ അവർക്ക് പോകാൻ ഇന്ന് സാധിക്കുന്ന വിധത്തിലുണ്ട്. അതുകൊണ്ട് വരാനിടയുള്ള ഫസാദുകളെ കുറിച്ച് കൃത്യമായ സൂക്ഷ്മതയുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ,
പിശാചിന്റെ പാഥേയങ്ങളെ നിങ്ങൾ പിന്തുടരുത് കേട്ടോ. വമൻ യത്തബി ഖുതുവാതി ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആര് പിശാചിന്റെ കാലടികളെ പിന്തുടരുന്നുവോ അവൻ മ്ലേച്ഛവും വെറുക്കപ്പെട്ടുമായ കാര്യങ്ങൾക്കാണ് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രേരണ നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ കാര്യത്തിലും എപ്പോഴും ഉണ്ടാകും എന്ന ഭയപ്പാട് നമുക്കുണ്ടാകണം. അതുകൊണ്ട് അവരുടെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച്, അവരുടെ ബന്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ശ്രദ്ധയും സൂക്ഷ്മതയും ആലോചനയുണ്ടാവുക. പ്രത്യേകിച്ച് ദീർഘമായ സ്ഥലങ്ങളിലേക്കാണ്, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ വിദൂരതമായ സ്ഥലങ്ങളിലാണ് അവർ പഠിക്കുന്നത്. യാത്രാവേളകൾ, അത്തരം സന്ദർഭങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, ഇടപാടുകൾ, ഈ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഒരു സംഘത്തിന്റെ കൂടെ അവരെ ചേർക്കുക. നമ്മുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞത് വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരായ ആളുകളുടെ കൂടെയായിരിക്കും. ആരാണ് കൂടെയുള്ളത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അൽ മർഉ ഫീ ദീനി ഖലീലിഹി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഏതൊരു മനുഷ്യനും തന്റെ ആത്മസുഹൃത്തിന്റെ മതത്തിലാണ്. നമ്മൾ അറിയാതെ അയാളെ പകർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും അവർ ഏറ്റവും നല്ലൊരു സംഘത്തിന്റെ കൂടെയാണ്. നല്ലൊരു കൂട്ടായ്മയിൽ എൻ്റെ മകൻ അംഗമാണ്. ആ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളിൽ അവൻ പോകുന്നുണ്ട്, അവിടുന്ന് അവൻ ദീനു പഠിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തൽ ഏറ്റവും ആവശ്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ഇരിക്കുന്നവനും അതേ പ്രകാരം തന്നെ തിന്മയുടെ മാർഗത്തിൽ ഇരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് സുഗന്ധം അത്തർ വിൽപ്പന നടത്തുന്നവനെ പോലെയാണ്, മറ്റേത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. അത്തർ വിൽപ്പനക്കാരന്റെ സമീപത്ത് നിന്നാൽ പോലും ആ സുഗന്ധം ലഭ്യമായി തീരും. ഉലയിൽ ഊതുന്നവന്റെ അടുത്ത് നിന്നാൽ പോലും അവന്റെ തീപ്പൊരികൾ ദേഹത്ത് പടരാനിടയുണ്ട്. അതുകൊണ്ട് സുഗന്ധത്തിന്റെ വിൽപ്പന നടത്തുന്ന ഒരു അത്തർ കച്ചവടക്കാരനെ പോലെയാണ് നന്മയുടെ മാർഗത്തിലുള്ള ആളുകൾ, അവരുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത്. അതേ സന്ദർഭത്തിൽ തിന്മയുടെ ആളുകൾ അവരുടെ സമീപത്ത് ചെല്ലുന്നത് പോലും അപകടം സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ എന്ന പോലെ മക്കളുടെ കാര്യത്തിലും ഇത് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം പൂർവികമായ ചരിത്രം ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കണം. പൂർവികരായ മഹാത്മാക്കളായ ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെയും ഏതൊരു മഹാന്റെയും ആ മഹാനാകുന്നതിന് പിന്നിൽ ഒരു ഉമ്മയുണ്ട്, ഉപ്പയുണ്ട് എന്ന് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ, മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള, അതേപോലെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇവരുടെയൊക്കെ തന്നെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മക്കളോടൊപ്പം ഉറക്കമിളച്ചിട്ടുള്ള ഉമ്മ. മക്കൾക്ക് വേണ്ടി എഴുതാനുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നടന്ന യാത്ര ചെയ്ത മാതാക്കളുടെ, പിതാക്കളുടെ കഥകൾ. ഏതൊരു മഹാനും മഹാനായതിന് പിന്നിൽ ഒരു ഉപ്പയും ഒരു ഉമ്മയും ഉണ്ടാകും എന്നത് വസ്തുതയാണ്. വിശുദ്ധ ഖുർആൻ ചില ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഓർക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ചരിത്രം. ഇസ്മായിൽ എന്ന മകൻ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സ്വാബിരീൻ. കത്തി മൂർച്ച കൂട്ടിയിട്ട് അള്ളാന്റെ കൽപ്പനയുണ്ട് മോനെ നിന്നെ അറുക്കാൻ എന്ന് പറഞ്ഞപ്പോ ഭയലേശമന്യേ, എന്താണ് ഉപ്പാ റബ്ബ് കൽപ്പിച്ചത്, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് ചെയ്തുകൊള്ളൂ, ക്ഷമാശീലരിൽ എന്നെ അങ്ങേക്ക് കാണാം എന്ന് പറഞ്ഞ് ഉപ്പാന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുന്ന ഒരു മകൻ ഒരു സെക്കൻഡ് കൊണ്ടുണ്ടായതല്ല, മറിച്ച് ജനിച്ച നാള് മുതലേ തന്നെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും മാതൃകയായും നിന്ന ഒരു ഇബ്രാഹിം അവിടെ ഉണ്ടായിരുന്നു. എന്റെയും നിങ്ങളുടെയും മക്കളെ ഇസ്മായിലുമാരാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇബ്രാഹിമുമാരാകാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അപ്പോഴേ നമ്മുടെ മക്കൾ ഇസ്മായിലുമാരായി വളരുകയുള്ളൂ എന്നത് പ്രധാനമാണ്. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചിട്ട് അവസാനത്തെ ആയത്തിലും അള്ളാഹു പഠിപ്പിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒരുപാട് കഥകൾ, ഒരുപാട് ചരിത്രങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാര്യങ്ങൾ പഠിക്കുമ്പോഴേ നമ്മുടെ മക്കളും ആ വിധത്തിലായി തീരുകയുള്ളൂ. അതോടൊപ്പം അവരുത്തമരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മർമ്മപ്രധാനമായൊരു കാര്യമാണ് അവരുടെ വയറ്റിലേക്ക് ചെല്ലുന്നത് ഹലാലാകണം എന്നുള്ളത്. അതിന്റെ കാരണക്കാരാണ് നമ്മളാണ്. ആ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ അധ്വാനം, കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ. അതുകൊണ്ട് അവർക്ക് നൽകുന്നത്, അവർ ഭക്ഷിക്കുന്നത്, അവർ ധരിക്കുന്നത്, അവർ അനുഭവിക്കുന്നത് ഹലാലാണോ എന്നത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, പിതാക്കളുടെ ബാധ്യതയാണ്. അത് പാകം ചെയ്തു കൊടുക്കുന്ന ഉമ്മമാരുടെ ബാധ്യതയാണ്. മുമ്പ് പലപ്പോഴും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം
ഖിദ്ർ അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാമുള്ള യാത്രക്കിടയിലുള്ള നിരവധി സംഭവങ്ങളിലൊന്ന് പൊളിഞ്ഞു വീഴാറായ മതില് അദ്ദേഹം നേരെയാക്കിയതാണ്. ആ മതില് നേരെയാക്കാൻ കാരണം എന്താണ്? ആ മതിലിനടിയിൽ അനാഥ ബാലന്മാരുടെ സമ്പത്തുണ്ട് എന്നുള്ളതാണ്. ആ സമ്പത്ത് എന്താണ്? കുനൂസ് എന്ന് പറഞ്ഞത്, അവിടെ നിധി എന്ന് പറയുന്നത് അത് ഇൽമിന്റെ നിധിയാണ് എന്നൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും മതിലിനടിയിൽ നിധിയുള്ളതാണ് അതിനെ സംരക്ഷിക്കാൻ കാരണം. അത് പറഞ്ഞിടത്ത് അല്ലാഹ് ഒരു കാര്യം, ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, കാന അബൂഹുമാ സ്വാലിഹ. ആ യതീം കുട്ടികളെ അല്ലാഹ് സംരക്ഷിക്കാൻ കാരണം എന്താ? കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ ഉപ്പ നല്ല ഉപ്പയായിരുന്നു എന്ന്, നല്ല മനുഷ്യനായിരുന്നു എന്ന്. അതെന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം? ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ ഹലാല് മാത്രം ഭക്ഷിക്കാൻ നൽകി വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ മരണശേഷവും ആ മക്കളുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാണോ എന്ന് ഉറപ്പുവരുത്തൽ ഏറ്റവും പ്രധാനമാണ്. ഇതോടൊപ്പം അവരെ 2 വിഷയങ്ങൾ പ്രധാനമായി പഠിപ്പിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒന്നാമത്തേത് തൗഹീദിന്റെ കാര്യമാണ്. നമ്മൾ മുറുകെ പിടിക്കുന്ന തൗഹീദ്, പരലോകത്തെ സ്വർഗം ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാന ഘടകം അള്ളാഹുവിന്റെ ഏകത്വം, റബ്ബിന്റെ അസ്മാവും സിഫാത്തുമെല്ലാം കൃത്യമായി ഉൾക്കൊള്ളുകയും റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ശരിയായ തൗഹീദ് ഉൾക്കൊള്ളൽ. അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾക്കറിയാമോ ആ രംഗം? ഏത്? അയ്യൂബ് അലൈഹിസ്സലാം മരണാസന്നനായി കിടക്കുന്ന, യാക്കൂബ് അലൈഹിസ്സലാം മരണാസന്നനായി കിടക്കുന്ന സന്ദർഭം മക്കളെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താ? എന്റെ കാലശേഷം നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യുക? ഭൂസ്വത്തിനെ കുറിച്ചല്ല, ബാങ്ക് ബാലൻസിനെ കുറിച്ചല്ല. മരണസമയത്ത് ബാപ്പാക്ക് മക്കളോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് തൗഹീദിന്റെ കാര്യം, മരണശേഷം നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യുക? അതിന് മക്കളുടെ മറുപടി താങ്കളുടെ പൂർവ്വപിതാക്കളുടെ, അതുപോലെ ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവരുടെയൊക്കെ റബ്ബായ ഏകനായ ഒരൊറ്റ റബ്ബ്, അവന് മാത്രം ഞങ്ങൾ കീഴ്പ്പെടുന്നവരായിരിക്കുന്നു. ഇത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന ഉപദേശത്തിലും ഒന്നാമത് പറഞ്ഞ ഈ വിഷയമാണ്. രണ്ടാമത്തേത് ഏതാണ്? വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ചും അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് നമസ്കാരത്തിന്റെ കാര്യമാണ്. മക്കൾക്ക് ഉപദേശം നൽകുന്നതിൽ തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമസ്കാരത്തിന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം 54-55 ആയത്തുകളിൽ കാണാം, വദ്കുർ ഇസ്മാഈല ഫിൽ കിതാബ് ഇസ്മായിൽ. വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിന്റെ കാര്യം പരാമർശിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന് അല്ലാഹു നൽകുന്ന സർട്ടിഫിക്കറ്റ് ഒന്ന്, അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്നവനായിരുന്നു. വകാന റസൂലൻ നബിയ്യ, റസൂലുമായിരുന്നു, നബിയായിരുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ കുടുംബത്തെ നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും കാര്യം കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർളിയ, തന്റെ റബ്ബിന്റെ അടുക്കൽ അദ്ദേഹം തൃപ്തിപ്പെട്ടവനായിരുന്നു എന്നാണ്. അപ്പൊ പ്രവാചകന്മാരെല്ലാം മക്കൾക്ക് നൽകിയ തൗഹീദ് കഴിഞ്ഞാൽ പ്രധാനമായി നൽകിയ ഉപദേശം ഏതാണ്? നമസ്കാരത്തിന്റെ കാര്യമാണ്. റസൂലുള്ളാഹിയുടെ കൽപ്പന, മുറു ഔലാദക്കും ബിസ്സലാത്ത് വഹും അബ്നാഉ സബ്അ സിനീൻ. 7 വയസ്സായാൽ മക്കളോട് നമസ്കാരത്തിന്റെ കാര്യം ഉപദേശിക്കണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സായാൽ അവരതിന്റെ പേരിൽ ശിക്ഷാമുറകൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് തയ്യാറാകണം. വഫർരിഖൂ ബൈനഹും ഫിൽ മലാജി. 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കിടപ്പറകളിൽ അവരെ വേർതിരിക്കണം. വളരെ കൃത്യമായ ആശയസമ്പുഷ്ടമായ ഒരു നിർദ്ദേശമാണ്. ജീവിതത്തിലെ സ്വകാര്യതകൾ, ആ സ്വകാര്യതകൾ വീട്ടിൽ പാലിക്കപ്പെടണം. അവിടെ മാതാപിതാക്കളും മക്കളുമായി കഴിയുന്നതിന്റെ ആ വേർതിരിവുകൾ കൃത്യമായി പാലിക്കപ്പെടണം. അതുകൊണ്ട് 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബെഡ്റൂമിൽ അവരുണ്ടാകാൻ പാടില്ല എന്നത് അനുബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഈ തഅലീമും തദ്രീബും കൃത്യമായി അവർക്ക് നൽകി നാളെ കൺകുളിർമയായി അവർ മാറണമേ എന്ന പ്രാർത്ഥന നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കുക, എത്രയെത്ര യുക്തിവാദികൾ, എത്രയെത്ര മതവിരുദ്ധരായ ആളുകൾ അവരുടെ മാതാപിതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഒരു രക്ഷിതാവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം മരണശേഷം ആ മകന്റെ മയ്യത്ത് നമസ്കാരം കിട്ടുക, മകന്റെ ദുആ കിട്ടുക. എന്നാൽ റബ്ബിനെയും പരലോകത്തെയൊക്കെ നിഷേധിച്ച് നാട്ടിൽ ഫിത്നകൾക്ക്, അത്തരത്തിലുള്ള അധാർമികതകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മകനെ, ഒരു മകളെയാണ് ലഭിച്ചതെങ്കിൽ എത്രമാത്രം വലിയൊരു നഷ്ടമാണത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് വാശി പിടിച്ച് ചോദിക്കുന്ന പോലെ നിരന്തരമായി റബ്ബിനോട് കൺകുളിർമയാകുന്ന മക്കൾക്ക് വേണ്ടി, പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു ഇണകളിലും സന്തതികളിലും കൺകുളിർമ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളുമായുള്ള ബന്ധത്തിൽ, പെരുമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു തലം അവരോടുള്ള ശൈലിയുടെ വിഷയമാണ്. മക്കൾ പ്രായത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് സ്വഭാവങ്ങളിലും വ്യത്യാസമുണ്ടാകും. ആ കാലത്തിനും സ്വഭാവത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ അറിയുക എന്നത് വളർത്തുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ശാരീരിക വളർച്ച നമുക്കറിയാം. മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് തലയിൽ നിന്ന് കാലിലേക്കുള്ള സിഫാലോ കോഡൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്നൊക്കെ പറയുന്ന ഉപരിഭാഗത്തു നിന്ന് താഴോട്ടും അതേപ്രകാരം കേന്ദ്രഭാഗത്തു നിന്ന് പുറത്തേക്കും നടക്കുന്ന ശാരീരിക വളർച്ചയും അനുബന്ധമായി നടക്കുന്ന മാനസിക വളർച്ചയും ഇത് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് വാക്കുകളിൽ, പെരുമാറ്റത്തിൽ, സമീപനത്തിൽ, കാഴ്ചപ്പാടിലൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. അത് വിശദമായി പറയാൻ ഒരു ഖുതുബയുടെ സമയം അനുയോജ്യമല്ല. വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഗൗരവതരമായ ഒരു ഉത്തരവാദിത്തമായി കാണേണ്ടതാണ് മക്കളെ വളർത്തുക എന്നുള്ള വിഷയം. അതുകൊണ്ട് പ്രായവ്യത്യാസത്തിനനുസരിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ, പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ, അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ മാറ്റങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അവരോടുള്ള സ്വഭാവവും പെരുമാറ്റവും ഒരു 50 വയസ്സുകാരനോട് സംസാരിക്കുന്ന പോലെ 10 വയസ്സായ മക്കളോട് നമ്മൾ പറയുന്ന അവസ്ഥയുണ്ടാകരുത്. ദഅവത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ 3 രൂപങ്ങളാണ് അതിനുള്ളത്. ഒന്ന് ഹിക്മത്താണ്, യുക്തി ദീക്ഷയോടുകൂടിയാകണം. 2 മൗഇദത്തുൻ ഹസനയാണ്, സതുപദേശം. 3 വജാദിൽഹും, തർക്കങ്ങളാണ്. പക്ഷെ തർക്കത്തിന്റെ കാര്യം പറഞ്ഞിടത്തും ബില്ലത്തി ഹിയ അഹ്സൻ. ആ സംവാദം നടത്തുമ്പോൾ അത് ഏറ്റവും നല്ല വിധത്തിലാകണം, ഗുണകാംക്ഷ നിർഭരമാകണം എന്നുള്ളതാണ്. കുടുംബത്തിലാണ് ആദ്യമായി നമ്മുടെ ദഅവത്ത് നടക്കാനുള്ളത്. കാരണം അല്ലാഹുവിന്റെ കൽപ്പന വഅൻദിർ അശീറതകൽ അഖറബീൻ, ഏറ്റവും അടുത്ത ബന്ധുവിനാണ് നീ ആദ്യം താക്കീത് നൽകേണ്ടത്. അവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹിക്മത്താണ്. അങ്ങേയറ്റത്തെ വഴക്കുകളല്ല, ഫൈറ്റുകളല്ല, ആക്ഷേപത്തിന്റെ വാക്കുകളല്ല. ധിക്കാരിയും ഭീകരനുമായ ഫിറഔന്റെ അടുക്ക ചെല്ലാൻ വേണ്ടി പറഞ്ഞിടത്ത് പോലും അല്ലാഹു എന്താ പറഞ്ഞത്? തഖൂല ലഹു ഖൗലൻ ലയ്യിന, അവനോട് മയമുള്ള വാക്ക് പറയണം. എങ്കിൽ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. മയമുള്ള വാക്കിനെ റബ്ബിനെ ഓർക്കാൻ പ്രേരകമാകുള്ളൂ, ഭയപ്പെടാനും പ്രേരകമാകുള്ളൂ. പ്രവർത്തനം പ്രതിപ്രവർത്തനം ഉണ്ടാക്കുള്ളൂ. ചിന്തയുണ്ടാകണമെങ്കിൽ മയമുള്ള വാക്കാകണം. അതുകൊണ്ട് മക്കളോടുള്ള സംസാരം അതൊരാക്ഷേപത്തിന്റെ രൂപത്തിലോ ശകാരത്തിന്റെ രൂപത്തിലോ ആകാൻ പാടില്ല. മറിച്ച് എന്താകണം? സ്നേഹസമ്പൂർണമാകണം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു രംഗം കാണാം നമുക്ക്. മഹാനായ നൂഹ് അലൈഹിസ്സലാം 950 വർഷക്കാലത്തോളം പ്രബോധനം ചെയ്തു. ഏതൊരു ഉപ്പയുടെ ആഗ്രഹമാണല്ലോ തന്റെ ആദർശത്തിൽ വളരുന്ന ഒരു മകൻ ഉണ്ടാവുക എന്നത്. ആ ആഗ്രഹം തീർച്ചയായിട്ടും നൂഹ് അലൈഹിസ്സലാമിനുമുണ്ട്. ആ മകനെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് മഹാനായ നൂഹ് അലൈഹിസ്സലാം വിളിക്കാണ്. വനാദാ നൂഹ് ഇബ്നഹു വകാന ഫീ മഅ്സിലിൻ യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. യാ ബുനയ്യ എന്ന് വിളിക്കും. പൊന്നുമോനെ, ഞങ്ങളുടെ കൂടെ കയറ്, നീ നിഷേധികളിൽ പെടല്ല. രക്തത്തിൽ പിറന്ന മകനോട് ആർത്തലക്കുന്ന തിരമാലകൾ എത്തിയ സമയത്ത് സ്നേഹസമ്പന്നനായ നൂഹ് അലൈഹിസ്സലാമിന്റെ വിളിയാണ്, പൊന്നുമോനെ ഒന്ന് കേറ്,
പക്ഷെ ആ മകന്റെ മറുപടി ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ ആ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളാം. ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ ഇല്ലാ മൻ റഹിം, ഇല്ല മോനെ, ഇന്നത്തെ ദിവസം അള്ളാന്റെ കാരുണ്യം കിട്ടിയവർക്കല്ലാതെ ഒരു രക്ഷയുമില്ല. എല്ലാ അർത്ഥത്തിലും സ്നേഹപൂർവ്വം വിളിച്ചു നോക്കി. അവസാനത്തെ നിമിഷത്ത് പോലും യാ ബുനയ്യ എന്നുള്ള പുന്നാര മോനെ എന്ന് പറഞ്ഞിട്ടുള്ള വിളിയാണ്. പക്ഷേ വഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ, അവർക്കിടയിൽ തിരമാല ഉയർന്നു വന്നു, അവൻ മുക്കിക്കൊല്ലപ്പെട്ടു. മകനോട് പറഞ്ഞു നോക്കി, രക്ഷ കിട്ടിയില്ല. പിന്നെ ആ സ്നേഹസമ്പന്നനായ ഉപ്പ അടുത്ത് എന്താ ചെയ്യുന്നത്? വനാദാ നൂഹുർ റബ്ബ, തന്റെ റബ്ബിനെ വിളിക്കാണ്. ഫഖാൽ റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി, എന്റെ റബ്ബേ, എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. വ ഇന്ന വഅദകൽ ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണല്ലോ. വ അൻത അഹ്കമുൽ ഹാകിമീൻ, നീ വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. റബ്ബിന്റെ മുമ്പില് തന്റെ ആവശ്യം പറഞ്ഞു നോക്ക്. അള്ളാന്റെ മറുപടി എന്താ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നൂഹേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൽ ഗൈറു സാലിഹ്, അരുതാത്തത് ചെയ്തവനാണവൻ. സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് നിന്റെ കുടുംബക്കാരനല്ല അവൻ. ആദർശബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. അള്ളാന്റെ തൗഹീദ് 950 വർഷക്കാലത്തോളം ഉപ്പ പട്ടിണി കിടന്നും പ്രയാസപ്പെട്ടും വളർത്തിക്കൊണ്ടുവന്ന ഒരു ആദർശം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു മകൻ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ചിത്രം എന്തിനാ അള്ളാഹ് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത്? ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. ഫലം തരേണ്ടത് റബ്ബാണ്. ഒപ്പം നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടാകണം. ആ ഏത് ഘട്ടത്തിലും നൂഹ് നബി അവസാനത്തെ നിമിഷത്തിലും മോനെ വിളിച്ച വിളിയുണ്ടല്ലോ, യാ ബുനയ്യ, പുന്നാര മോനെ എന്നുള്ള വിളി. ആ വിളി മക്കളെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. ആ സ്നേഹം അവർ അനുഭവിച്ചറിയണം. കൺകുളിർമയായി മാറണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും നമ്മിൽ നിന്നുണ്ടാകണം. മരണശേഷവും നിറഞ്ഞ കണ്ണുകളോടെ നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് നമ്മുടെ ആൺമക്കൾ നടത്തുന്ന ആ ദുആ, നിസ്കാരപ്പായലിരുന്ന് മുസല്ലയിലിരുന്ന് നമ്മുടെ മക്കൾ നടത്തുന്ന ആ ദുആ, അതാണ് ജീവിതത്തിലെ സമ്പാദ്യം. ഈ കഷ്ടപ്പാടിന്റെയും യാതനയുടെ ഒക്കെ ഫലമായി നമുക്ക് ലഭിക്കാനുള്ള സൗഭാഗ്യം അവരാണ്. അതുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമായി, ഗൗരവതരമായൊരു ചുമതലയായി മക്കളെ നല്ലതായി വളർത്തുക എന്ന ദീനിയായ ചുമതല നാം ഗൗരവപൂർവ്വം ഏറ്റെടുക്കുകയും റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദീനീ വിഷയത്തിലും ഭൗതിക വിഷയത്തിലും അറിവുള്ള ഒരു തലമുറയെ കണ്ണടക്കാനുള്ള സൗഭാഗ്യത്തിനു വേണ്ടി ത്യാഗപൂർണമായി നമ്മൾ പരിശ്രമിക്കുക. അത്തരമൊരു കൂട്ടായ്മയിൽ നമ്മുടെ മക്കളെ അംഗങ്ങളാക്കി തീർക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥ, ഇണകളിലും സന്തതികളിലും കൺകുളിർമ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കുമൊക്കെ പരിഹാരമായി നാളെ സ്വർഗത്തിൽ ഞങ്ങളുടെ ഇണകളോടും സന്തതികളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.